അടുത്തത് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ W.H. ഹഡ്സൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചറിനകത്ത് ചാപ്റ്റർ 1 ആണ് നമ്മൾ നോക്കുന്നത്. ദ നേച്ചർ ആൻഡ് എലിമെൻറ്റ്സ് ഓഫ് ലിറ്ററേച്ചർ, സം വേസ് ഓഫ് സ്റ്റഡിയിങ് ലിറ്ററേച്ചർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹഡ്സൺ ആരാന്നറിയണം. അപ്പോൾ W.H. ഹഡ്സൺ എന്ന് പറയുന്നത് ഒരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ആൻഡ് വില്യം ഹെൻറി ഹഡ്സൺ ആണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. നാച്ചുറലിസ്റ്റാണ്. അതായത് ലേറ്റ് 19th സെഞ്ച്വറിയിലെ ഏർലി 20th സെഞ്ച്വറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ നേച്ചർ റൈറ്റിങ്, നോവൽസ്, ക്രിട്ടിക്കൽ വർക്ക്സ്, ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ക്രിട്ടിക്കൽ വർക്ക്സ് ഒക്കെ എഴുതുന്നതിലും മിടുക്കനായിരുന്നു. വൈൽഡ് ലൈഫിനെ കുറിച്ചും അതുപോലെ തന്നെ ഫിലോസഫിയെക്കുറിച്ചും ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം എഴുതിയിരുന്നു. പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക്സിലോട്ട് നോക്കാം. നേച്ചർ റൈറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് നാച്ചുറൽ വേൾഡിനെ കുറിച്ചും ലാൻഡ്സ്കേപ്സിനെ കുറിച്ചും വൈൽഡ് ലൈഫിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം എഴുതിയിരുന്നു. ഫാർ അവേ ആൻഡ് ലോങ് അഗേ എന്നൊക്കെ ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മോയറാണ്. പിന്നെ ഫിക്ഷനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീ നോവൽസ് എന്ന് പറയുന്ന ഗ്രീൻ മാൻഷൻ, അത് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ദ പേർപ്പിൾ ലാൻഡ്, അതൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ്. ലിറ്റററി ക്രിറ്റിസിസം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹഡ്സൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ നമുക്കിപ്പോൾ പഠിക്കാനുള്ള അത് 1910 പബ്ലിഷ് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള പേർപ്പസ് എന്താണ്, നേച്ചർ എന്താണ്, എലിമെൻറ്റ്സ് ഓഫ് ലിറ്ററേച്ചർ എന്താണ്, അതാണ് പറയുന്നത്. പിന്നെ തീംസ് എന്ന് പറയുമ്പോൾ ലവ് ഫോർ നേച്ചർ നമുക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ. നാച്ചുറൽ വേൾഡ് എപ്പോഴും തീമായിട്ട് വരുന്നതാണ്. പിന്നെന്താ പറയുക, ഈ അർബനൈസേഷൻ, മോഡേൺ വേൾഡ്, ഇതിനെക്കുറിച്ചൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം എഴുതുന്നത്. പിന്നെ ഹ്യൂമൻ ബീയിങ്സും നേച്ചറും തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിനെ കുറിച്ചും ഇദ്ദേഹം എഴുതാറുണ്ട്. പിന്നെന്താണ് കൾച്ചറൽ ഇൻട്രാക്ഷൻസൊക്കെ നമുക്കിതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് കാണാൻ സാധിക്കും. ഹഡ്സൺ 1922 മരിച്ചത്. സോ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ദ ലിറ്റററി സ്റ്റഡീസ് എന്നുള്ളതിൻ്റെ ചാപ്റ്റർ 1 നമുക്ക് നോക്കാം. എങ്ങനെ നമുക്ക് ലിറ്ററേച്ചറിനെ പഠിക്കാം, അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ലിറ്ററേച്ചറിലതാണ് നോക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേർപ്പസ് ഓഫ് സ്റ്റഡിയിങ് ലിറ്ററേച്ചർ. ഹഡ്സൺ തുടങ്ങുന്നത് ലിറ്ററേച്ചർ പഠിക്കുന്നതിനെ കുറിച്ചാണ്, അതായത് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. വെറുതെ നോളജ് കിട്ടാൻ വേണ്ടിയോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷനോ വേണ്ടി മാത്രമല്ല നമ്മൾ ലിറ്ററേച്ചർ പഠിക്കേണ്ടത്. അതിൻ്റെ ഡീപ്പായിട്ടുള്ള വാല്യൂ മനസ്സിലാക്കി, അതിൻ്റെ ആ ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള വാല്യൂ മനസ്സിലാക്കി അപ്രീഷിയേറ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേണം പഠിക്കാനെന്നാണ് ഹഡ്സൺ പറയുന്നത്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ലിറ്ററേച്ചർ പഠിക്കണം? ബിക്കോസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അതിനകത്ത് ഹ്യൂമൻ ബീയിങ്സിന് ഇമോഷൻസ് വരുന്നുണ്ട്, എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, തോട്ട്സിനെ കുറിച്ച് വരുന്നുണ്ട്. അതായത് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചും ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലിറ്ററേച്ചർ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ലിറ്ററേച്ചർ എങ്ങനെയാണ് ഒരു ആർട്ടായി മാറുന്നത്? ഇപ്പോൾ ഹഡ്സൺ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ലിറ്ററേച്ചറിനെ ഫൈൻ ആർട്ടായിട്ട്. അതായത് ഫൈൻ ആർട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? മ്യൂസിക്, പെയിൻറ്റിങ്, സ്കൾപ്ചർ, ഇതൊക്കെ ആയിട്ട്. അപ്പം അതും ലിറ്ററേച്ചറായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അല്ലെങ്കിൽ ലിറ്ററേച്ചർ എങ്ങനെയാണ്, ഹൗ കം ലിറ്ററേച്ചർ ബിക്കംസ് എൻ ആർട്ട്? അതെന്ന് വെച്ചാൽ ലിറ്ററേച്ചർ വഴി നമുക്ക് ഇമോഷൻസും ഈസ്തറ്റിക് പ്ലഷറും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊരു നോവൽ വായിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു റൊമാൻറ്റിക് നോവൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഫീലിങ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇമോഷൻസിനെ അത് അപ്പീൽ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലേ? നമുക്കൊരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് കാണുമ്പോൾ നമ്മളത് നിന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ അത് ഈസ്തറ്റിക്കലി നമുക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ്. അപ്പം ഒരു സിനിമ കണ്ട് നമ്മൾ ചിരിക്കണം എന്നുണ്ടെങ്കിൽ, കരയണം എന്നുണ്ടെങ്കിൽ, ഇതെല്ലാം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലിറ്ററേച്ചറാണ്. പിന്നെ ലിറ്ററേച്ചറും സയൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സയൻസ് എന്ന് പറയുമ്പോൾ ഫാക്റ്റ്, അതായത് മൊത്തം ട്രൂത്ത്, എവിഡൻസ്, അനാലിസിസ്, അതൊക്കെയാണ് സയൻസ്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത്? ഇമാജിനേഷൻ, ഇമോഷൻ, നമ്മുടെ ഇൻറ്റ്യൂഷൻസിനെയൊക്കെയാണ് അത് അപ്പീൽ ചെയ്യുന്നത്. ഇനി ലിറ്ററേച്ചറിൻ്റെ നേച്ചർ എന്താണ്? ലിറ്ററേച്ചറിനെ ശരിക്കും പറഞ്ഞാൽ റിട്ടൺ അല്ലെങ്കിൽ സ്പോക്കൺ എക്സ്പ്രഷൻ ഓഫ് ഹ്യൂമൻ തോട്ട് ആൻഡ് ഇമോഷൻ എന്ന് പറയാം, ആർട്ടിസ്റ്റിക്കലായിട്ട്. അതായത് എഴുതുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും ഹ്യൂമൻ തോട്ട്സിനെയും ഇമോഷൻസിനെയും ആർട്ടിസ്റ്റിക്കലായിട്ട് എഴുതുക, പറയുക, അതാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. 2 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത് ലിറ്ററേച്ചറിന്. ഒരെണ്ണം നമ്മളെ ഡിലൈറ്റ്ഫുൾ ആക്കാൻ, അതായത് ടു ഡിലൈറ്റ്, അതായത് എക്സ്പ്രഷൻ, നമ്മളെ പറയുക ഇമാജിനേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിലൂടെയും നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നു. രണ്ടാമത് ഇൻസ്ട്രക്റ്റ് ചെയ്യുക, ഉപദേശം, അതായത് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചും മോറൽ വാല്യൂസിനെ കുറിച്ചും ഒക്കെയുള്ള ഇൻസൈറ്റുകൾ, ഐഡിയാസ് തരുന്നുണ്ട്. സോ ഒരു ഗുഡ് ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഡിലൈറ്റും ചെയ്യാനും പറ്റണം, ഇൻസ്ട്രക്റ്റ് ചെയ്യാനും പറ്റണം. എലിമെൻറ്റ്സ് ഓഫ് ലിറ്ററേച്ചർ എന്താണ്? ഫസ്റ്റ് വൺ, കോണ്ടന്റ്. അതായത് ഒരു ലിറ്റററി വർക്കിന് ഒരു തീം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാറ്റർ വേണം. അടുത്തത് ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഏത് കൈൻഡ് ഓഫ് ലിറ്ററേച്ചർ ആണെങ്കിലും, എഴുതുന്നതാണെങ്കിലും പറയുന്നതാണെങ്കിലും ഒരു സ്ട്രക്ചർ വേണം, അതിലൊരു സ്റ്റൈല് വേണം, അതിന് പ്രത്യേക രീതിയിലുള്ള ടെക്നിക്കും വേണം. എന്നാൽ മാത്രമേ അത് വെച്ചിട്ട് നമുക്കൊരു കോണ്ടന്റിനെ കൺവേ ചെയ്യാൻ പറ്റുകയുള്ളൂ റൈറ്ററിന്.
ഇമാജിനേഷൻ ഉണ്ടായിരിക്കണം. ഇമാജിനേഷനാണ് ഏറ്റവും വൈറ്റലായിട്ടുള്ളൊരു ക്വാളിറ്റി. അതായത് വളരെ ഓർഡിനറി ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ആർക്ക് ഇമാജിനേഷൻ വേണം? എഴുതുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കൊരു ഇമാജിനേഷൻ വേണം. ദെൻ ഇമോഷൻ. ലിറ്ററേച്ചറിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻ ഫീലിങ്സിനെ ഇവോക്ക് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നല്ല ട്രൂ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക. ട്രൂത്ത്. ലിറ്ററേച്ചർ ചിലപ്പോഴേ, അതായത് ഈ ഭയങ്കര ഇമാജിനേഷൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ട്രൂത്ത്സ് ചിലപ്പോൾ നമുക്ക് ഒരുപാട് കൺവേ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും യൂണിവേഴ്സൽ ട്രൂത്തുകളുണ്ടല്ലോ, ലൈഫിനെക്കുറിച്ചും ഹ്യൂമാനിറ്റിയെക്കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള ട്രൂത്ത്സ് ഉണ്ടല്ലോ, അത് പോർട്രേ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു സ്റ്റഡി ലിറ്ററേച്ചർ? ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണ്. അതായത് ലിറ്ററേച്ചറിനെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനനുസരിച്ച് പഠിക്കുക. അതായത് ഒരു ബുക്ക് ഇറക്കിയപ്പോൾ ആ ബുക്ക് ഇറങ്ങുന്ന സമയത്തുള്ള എന്തൊക്കെ സംഭവങ്ങൾ നടന്നു, ആ റൈറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, എന്തൊക്കെ സോഷ്യൽ ഇൻസിഡൻസ് ഹാപ്പൻ ചെയ്തു, ഇവൻറ്റുകൾ ഹാപ്പൻ ചെയ്തു, അതെങ്ങനെ ഈ റൈറ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. രണ്ടാമത്തത് ബയോഗ്രഫിക്കൽ അപ്രോച്ച്. രണ്ടാമത്തെ ബയോഗ്രഫിക്കൽ അപ്രോച്ച് എന്ന് വെച്ചാൽ ഈ ബുക്ക് എഴുതിയ ഓതറിൻ്റെ ലൈഫും പേഴ്സണാലിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കുക. കാരണം അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു വർക്കിനകത്ത് ഇമ്പാക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഹഡ്സൺ വാൺ ചെയ്യുന്നുണ്ട്, ഒരു വാർണിംഗ് തരുന്നുണ്ട്, ലിറ്ററേച്ചറിനെ റൈറ്ററിൻ്റെ ബയോഗ്രഫി വെച്ച് മാത്രം പഠിക്കരുത്, ആ കാലഘട്ടത്തെയും കുറിച്ച് വെച്ചിട്ടും പഠിക്കണം. ഇനി ക്രിട്ടിക്കൽ അപ്രോച്ച്. ക്രിട്ടിക്കൽ അപ്രോച്ച് എന്ന് വെച്ചാൽ ആ വർക്കിനെ നമ്മൾ അനലൈസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആ വർക്കിന് ക്വാളിറ്റി ഉണ്ടോ, അതിനകത്ത് തീംസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, റീഡേഴ്സിനെ എൻകറേജ് ചെയ്യുമോ ഇല്ലയോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻ്റലക്ച്വലായിട്ടും ഇമോഷണലായിട്ടും റീഡേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ, ഇതാണ് ക്രിട്ടിക്കൽ അപ്രോച്ച്. ദെൻ ലിറ്ററേച്ചറും റീഡറും തമ്മിലുള്ളതാണ് അടുത്തത്. ഹഡ്സൺ പറയുന്നത് റീഡറിൻ്റെ റോളിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് വായനക്കാരൻ്റെ റോളിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വായനക്കാരനെ കുറിച്ചും പഠിച്ചിരിക്കണം. ഒരു ഗുഡ് റീഡർ എന്ന് പറയുന്നത് ലിറ്ററേച്ചറിനെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ ഓപ്പൺ മൈൻഡായിട്ടായിരിക്കും. അപ്പോൾ വാല്യൂ ഓഫ് ലിറ്ററേച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീഡേഴ്സ് എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. അതായത് ടൈമിനെയും പ്ലേസിനെയൊക്കെ മറികടന്ന് റീഡേഴ്സിൻ്റെ ഉള്ളിലോട്ട് കയറിക്കിടക്കാൻ, കയറി പറ്റാൻ ആർക്ക് പറ്റണം? ഒരു നല്ല ലിറ്ററേച്ചറിന്, അതായത് ഒരു ഗുഡ് ലിറ്റററി വർക്കിന് സാധിക്കണം. ഓക്കെ. അപ്പോൾ എന്താണ് ഹഡ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു ആർട്ട് ഫോമാണ്. അതിന് 2 പർപ്പസ് ഉണ്ട്: ഡിലൈറ്റ് ചെയ്യുക, ഇൻസ്ട്രക്റ്റ് ചെയ്യുക. ഇമ്പോർട്ടൻസ് ഓഫ് ഇമാജിനേഷൻ, ഇമോഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. ഒരു ലിറ്ററേച്ചറിനെ പഠിക്കാൻ ഒരുപാട് വേസ് ഉണ്ട്. ഹഡ്സൺ 3 കാര്യങ്ങൾ അപ്രോച്ചിനെ കുറിച്ചും പറയുന്നുണ്ട്. അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ഹ്യൂമാനിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുക, ഒരു പേഴ്സണൽ കണക്ഷൻ നമുക്ക് ആ ലിറ്റററി ടെക്സ്റ്റുമായിട്ട് വരുത്തുക.